എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് ജോണിന്റെ കഥയാണ്. ജോൺ ആണെങ്കിൽ കോളേജ് ബിസിനസ് പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് അവളെ തന്നെ കല്യാണം കഴിച്ച് അങ്ങനെ അവർ ജീവിതം ആരംഭിച്ചു. അപ്പോൾ ജോണിന് ഒരു വലിയൊരു സ്റ്റോറിൽ നല്ല ഒരു സ്റ്റോർ മാനേജറായിട്ട് ജോലി കിട്ടി. പിന്നെ അവരുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭാര്യ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇനി ലൈസൻസ് പരീക്ഷയൊക്കെ പാസ്സായി നേഴ്സായി കഴിഞ്ഞാൽ നല്ല ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ കുടുംബം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഇങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നാളായപ്പോഴത്തേക്കും ഇവർക്ക് 2 പിള്ളേരുണ്ടായി. ഒരു മോനും ഒരു മോളും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രാരാബ്ദം കാരണവും വീട്ടുപണി കാരണവും ഫുൾ ടൈം ജോൺ ജോലിക്ക് പോകുന്നത് കൊണ്ടും ഭാര്യയ്ക്ക് RN പരീക്ഷയൊക്കെ പാസ്സാവാൻ പറ്റിയില്ല. പഠിച്ച് പരീക്ഷ എഴുതുന്നതിനെക്കാട്ടി കൂടുതൽ കുടുംബം കുഞ്ഞുങ്ങളെന്നുള്ള ചിന്തയായതുകൊണ്ട് അതങ്ങനെ നീണ്ടു പോയി. അപ്പോൾ എന്ത് പറ്റി, വീട്ടിലെ ചെലവുകളൊക്കെ കൂടി വന്നപ്പോൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ജോണിന് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പം ജോൺ വിചാരിക്കും, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ലേ അവൾക്ക് എന്താ പരീക്ഷ എടുത്തായിരുന്നെങ്കിൽ എനിക്ക് ഒരു സഹായം ആവത്തില്ലായിരുന്നോ, വീട്ടിലെ ചെലവുകൾ എന്തോരം കൂടുതലാണ്, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടും നടക്കുന്നില്ല, അങ്ങനെ ഒത്തിരി പരാതിയായിരുന്നു. അങ്ങനെ ജോണ് വല്ലാതെ ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങി. കുറച്ച് നാളുകൾ കഴിഞ്ഞ് വരുന്തോറും പിന്നെ ജോലിയിലാണെങ്കിലും ഈ കീഴ് ജോലിക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് സിക്ക് വിളിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കാമായിരുന്നു ജോൺ ഒരുപാട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്താ ഞാൻ മാത്രം ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ലേ, വേറെല്ലാവരും പറഞ്ഞല്ലേ നിങ്ങൾ കേൾക്കുള്ളൂ, നിങ്ങൾക്കല്ലേ പേടിയില്ലാഞ്ഞിട്ടല്ലേ, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ജോണിന്. പിന്നെ കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റിന് പറയുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വിളിക്കുമ്പോഴും ഒട്ടും ക്ഷമയില്ലാതെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ജോണിൻ്റെ ജീവിതം വല്ലാതെ സ്പർദ്ധ ടെൻഷൻ ഉള്ളതായിട്ട് മാറി. അപ്പം ഈ ജോൺ എന്തുവാ ഇങ്ങനെ ഒത്തിരി സഹിക്കാൻ വയ്യാത്ത ടെൻഷൻ വരുമ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ജോണിൻ്റെ അപ്പം കൊടുത്ത ഒരു ചെറിയ ബോട്ട് ഉണ്ടായിരുന്നു, മോട്ടറുള്ള ബോട്ടാണ്. അപ്പോൾ ജോൺ എന്ത് ചെയ്യും, ചിലപ്പോഴൊക്കെ ഒരുപാട് ടെൻഷൻ ഉള്ളപ്പോൾ ഈ ബോട്ട് എടുത്ത് നേരെ കടലിലോട്ട് അങ്ങ് പോകും. കടലിലോ അല്ലെങ്കിൽ അടുത്തൊരു വലിയ കായലുണ്ട്, ചിലപ്പോൾ അവിടെ ആയിരിക്കും പോകുന്നത്. ഇങ്ങനെ കുറേ ദൂരം തന്നെ ഓടിച്ച് ചെന്നിട്ട് ബോട്ടിൻ്റെ എൻജിൻ ഓഫാക്കി അങ്ങനെ കടലിൽ കുറേ സമയം കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ നേച്ചറിൽ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് വരുമ്പോൾ ടെൻഷനൊക്കെ വല്ലാണ്ട് അലിഞ്ഞ് ഇല്ലാതാവുന്ന ഒരു സൂത്തിങ് ഒരു പ്രോസസ്സായിരുന്നു. അതായത് ടെൻഷൻ കളയാനുള്ള ജോണിൻ്റെ ഏറ്റവും നല്ലൊരു വിദ്യയായിരുന്നു ഈ ബോട്ട് എടുത്ത് പോകുന്നത്. ഒരു ദിവസം ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ബോട്ടെടുത്ത് ഇങ്ങനെ ബോട്ടെടുത്ത് പോയി കുറേ ചെന്ന് കഴിഞ്ഞ് ബോട്ടിൻ്റെ മോട്ടറൊക്കെ ഓഫാക്കി അങ്ങനെ കിടക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ എല്ലാം നോക്കി ഇങ്ങനെ മനസ്സിനെ ശാന്തമാക്കി വരുമ്പോൾ നേരെ എതിരെ വേറൊരു ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ ജോണ് ഒത്തിരി കൈയൊക്കെ കാണിച്ചു, മാറിപ്പോ ഡയറക്ഷൻ മാറ്റി ഇടിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ ബോട്ട് എന്നിട്ടും മൈൻഡ് ചെയ്യാതെ നേരെ വന്നു. അപ്പോൾ ജോണ് സ്ക്രീം ചെയ്തു, ഒരു ചെറിയ മൈക്രോ ഇതുണ്ട്, അതിൽ കൂടെ സ്ക്രീം ചെയ്തു, പ്ലീസ് ടേൺ യുവർ ഡയറക്ഷൻ. ഒന്നും കേൾക്കാതെ, കാരണം ജോണിന് ഇനി മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയവുമില്ല. ഒന്നും കേൾക്കാതെ ഈ ബോട്ട് നേരെ കൊണ്ട് ഈ ജോണിന്റെ ബോട്ടിനെ ഇടിച്ചു. സഹിക്കാൻ വയ്യാത്ത ദേഷ്യം, അൺകൺട്രോളബിൾ ആയിട്ടുള്ള ദേഷ്യം കാരണം എന്തൊക്കെയോ ചീത്ത വാക്കുകളും വഴക്കുമായിട്ട് ഭയങ്കരമായിട്ട് ജോണ് സ്ക്രീം ചെയ്തു ബോട്ടിലുള്ള ആളോട്. ഇങ്ങനെ കിടന്ന് ഭയങ്കര ദേഷ്യപ്പെട്ട് സ്ക്രീം ചെയ്തൊന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, ആ ബോട്ടിൽ ആളില്ല, ഒരു കാലി ബോട്ടായിരുന്നു, ഒരു എംപ്റ്റി ബോട്ടായിരുന്നു. എന്ത് പറ്റിയെന്നറിയാമോ, ഈ കാറ്റിൻ്റെ ശക്തി കാരണം കടലിലെ വെള്ളത്തിലെ ഓളങ്ങൾ ഇളകിയിട്ട് എവിടെയോ കെട്ടിക്കിടന്ന ഒരു ബോട്ടിൻ്റെ കയർ ഊരിപ്പോയിട്ടാണെന്ന് തോന്നുന്നു, അതിങ്ങനെ ഒഴുകി വന്ന് ജോണിനെ വന്ന് ഇടിച്ച. അപ്പോൾ ആശാന് ഭയങ്കര നാണക്കേടായിപ്പോയി. കാരണം ആളില്ലാത്ത ആ ബോട്ടിനോട് വെറുതെ ദേഷ്യപ്പെട്ട് സ്വന്തമായിട്ട് മണ്ടനായല്ലോ എന്നുള്ള നാണമായിപ്പോയി. അപ്പം അതിൽ നിന്ന് ജോണിനൊരു കാര്യം മനസ്സിലായി. എന്തുവെന്നറിയാമോ, എൻ്റെ സിറ്റുവേഷന് ഞാൻ ഒത്തിരി പേടിച്ച് ബോട്ട് മനഃപൂർവ്വം ഭയങ്കര ശക്തിയോട് എന്നെ കൊണ്ടുവന്ന് ഇടിക്കാൻ പോവാന്നുള്ള ആ പേടിയില്ലായിരുന്നു, ആ ഭയങ്കര പേടിയാണ് ഞാൻ എപ്പോഴും എൻ്റെ സാഹചര്യത്തിലും കാണിക്കുന്നത്. ഭാര്യ മനഃപൂർവ്വം എന്നെ സഹായിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മടി കാരണം അവൾ പരീക്ഷ എഴുതി പാസ്സാവാഞ്ഞതാ. എൻ്റെ കൂടെയുള്ള ജോലിക്കാരൊക്കെ മനഃപൂർവ്വം ഞാൻ ലീഡറാകുമ്പോൾ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും ജോലി കറക്റ്റായിട്ട് ചെയ്യാതെ എൻ്റെ ടെൻഷൻ കൂട്ടുക. പിന്നെ അങ്ങനെ എന്നെ
എൻ്റെ ഉറക്കം കളയുക, എൻ്റെ ടെൻഷൻ കൂട്ടുക, എന്നെ ഇറിറ്റേഷൻ ആക്കുക. ഇങ്ങനെ എപ്പോഴും ഈ സാഹചര്യം എല്ലാം മനുഷ്യരെല്ലാവരും എന്നെ നോക്കുക, എന്നെ കുറ്റപ്പെടുത്തുക. ഇങ്ങനെയുള്ള ജോണിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിക്ക് വല്ലാത്ത മാറ്റം ഉണ്ടായി. എന്തുവെന്ന് വെച്ചാൽ ഈ സാഹചര്യങ്ങളൊന്നും നമ്മളെ പേടിപ്പിക്കാനോ നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കാനോ ഉള്ള സാഹചര്യങ്ങളൊന്നുമല്ല. അതൊക്കെ നടക്കേണ്ടത് പോലെ നടക്കുന്നതാണ്. അതിന് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ടെന്ന് അന്ന് ആശാൻ പഠിച്ചു. അപ്പോൾ ഇതാണ് നമുക്കും ജീവിതത്തിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഒത്തിരി എക്സ്ട്രീമായിട്ട് റിയാക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനി തൊട്ട് അതിൻ്റെതായ വാല്യൂ മാത്രം കൊടുത്ത് ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ എന്തോ ഒരു മനസമാധാനവും എന്തോ ഒരു ശാന്തത ഉണ്ടാകുമെന്നറിയാമോ. താങ്ക് യു വെരി മച്ച്.